24 മണിക്കൂറുകൾക്കകം 50 ഓപ്പറേഷനുകളിലായി 400 പ്രൊജക്ടൈലുകളാണ് ഹിസ്ബുള്ള ഞായറാഴ്ച ഇസ്രായേലിന്റെ നിർണായക സൈനിക ബേസുകളെ ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടത്. ഗാസ സ്ട്രിപ്പിനെ നിരീക്ഷിക്കുവാനും ഉപരോധിക്കുവാനും അഷ്ദോദ് തുറമുഖത്തെ സംരക്ഷിക്കുവാനും സ്ഥാപിക്കപ്പെട്ട ഇസ്രായേൽ നാവിക സൈന്യത്തിന്റെ നിർണായക നാവൽ ബേസായ അഷ്ദോദ് നാവൽ ബേസിനു നേരെ ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ടെൽ-അവീവിൽ നിന്നും 40 കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് അഷ്ദോദ് തുറമുഖം. ഇസ്രായേൽ ദഹിയയെ ആക്രമിച്ചപ്പോൾ ഹിസ്ബുള്ള ഹൈഫയെ ആക്രമിച്ച് തിരിച്ചടി നൽകി. ഇസ്രായേൽ ബെയ്റൂത്തിനെ ആക്രമിച്ചപ്പോൾ ഹിസ്ബുള്ള ടെൽ-അവീവിനെ ആക്രമിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയതായി അഷ്ദോദ് നാവൽ ബേസിനെ ആക്രമിച്ച് ഇസ്രായേൽ സൈന്യത്തിന്റെ മുന്നേറ്റങ്ങളെ ദുർബലമാക്കിയിരിക്കുകയാണ് ഹിസ്ബുള്ള. അതേസമയം ഏതാനും മണിക്കൂറുകൾക്കകം ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമെന്ന് ലബനീസ് ഡെപ്യൂട്ടി സ്പീക്കർ അറിയിച്ചു. 60 ദിവസങ്ങൾക്കകം ഇസ്രായേൽ സൈന്യങ്ങളെ ലബനീസ് പ്രദേശങ്ങളിൽ നിന്നും പിൻവലിക്കുകയും അതിനു പകരം ലബനീസ് സൈന്യങ്ങളെ ആ പ്രദേശങ്ങളിൽ വിന്യസിക്കുക എന്നതാണ് കരാറിലെ സുപ്രധാന വ്യവസ്ഥ. UN സമാധാന സേനയുമായി ചേർന്ന് ലബനീസ് സൈന്യമായിരിക്കും തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ ഈ പ്രദേശങ്ങളെ നിയന്ത്രിക്കുന്നത്. അമേരിക്കയുടെ അധ്യക്ഷതയിൽ ഫ്രാൻസ് ഉൾപ്പെടുന്ന ഒരു 5 അംഗ കമ്മിറ്റിയായിരിക്കും ഇതിനെ നിരീക്ഷിക്കുന്നത്. മറ്റ് അംഗങ്ങളെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അമേരിക്കയുടെ നേതൃത്വത്തിൽ വെടിനിർത്തൽ കരാറിനെ കുറിച്ചുള്ള ചർച്ച പുരോഗമിക്കുമ്പോഴും ഇസ്രായേലും ഹിസ്ബുള്ളയും തങ്ങളുടെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. പതിവ് പോലെ ഹിസ്ബുള്ള പ്രൊജക്ടൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്തുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴും ചില പ്രൊജക്ടൈൽസ് ലക്ഷ്യം പ്രാപിച്ചിട്ടുണ്ടെന്ന് IDF തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ടെൽ-അവീവിന് സമീപമുള്ള പേട്ട ടിക്വ പ്രദേശത്തും ഹൈഫ, നെഹരിയ, ഫയർ ബ്ലൂം പ്രദേശങ്ങളിലും ഹിസ്ബുള്ള റോക്കറ്റുകൾ പതിച്ചതായി ഇസ്രായേൽ മീഡിയ റിപ്പോർട്ട് ചെയ്തു. ബെയ്റൂത്തിലും ദഹിയയിലും വ്യോമാക്രമണങ്ങൾ ശക്തിപ്പെടുത്തുമ്പോൾ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാറിലെത്തുവാൻ നിർബന്ധിതമാകുമെന്ന ഇസ്രായേലിന്റെ കണക്കുകൂട്ടലുകളെ അട്ടിമറിച്ചുകൊണ്ട് ഹിസ്ബുള്ള ടെൽ-അവീവിലും ഹൈഫയിലും മറ്റ് സൈനിക ബേസുകളിലും മാരകമായ ആക്രമണങ്ങൾ നടത്തി ഇസ്രായേലിനെ വെടിനിർത്തൽ കരാറിലേക്ക് വരുവാൻ ഹിസ്ബുള്ള നിർബന്ധിതമാക്കുകയാണ്. ചില തർക്കങ്ങൾ കൂടി പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറയുമ്പോഴും ലബനാൻ വെടിനിർത്തൽ കരാറിനെ അംഗീകരിക്കുവാൻ ഇസ്രായേൽ തയ്യാറാവുകയാണ്. ബെയ്റൂത്തിന്റെ വിധി തന്നെയായിരിക്കും ടെൽ-അവീവിന്റെയും വിധി എന്ന ക്യാപ്ഷനോടുകൂടി ഹിസ്ബുള്ള ഇസ്രായേലിലെ തകർന്ന ഹൈവേയുടെ AI ഫോട്ടോ പുറത്തുവിട്ടു. വെടിനിർത്തൽ കരാറിൽ എത്തുന്നതിന് മുമ്പ് ഹിസ്ബുള്ളയെ തകർക്കുവാനുള്ള ഇസ്രായേൽ പദ്ധതി തകർന്നുവെന്ന് മാത്രമല്ല, തിരിച്ച് ഇസ്രായേലിനെ ഹിസ്ബുള്ള പ്രതിസന്ധിയിലാക്കിയിരിക്കുകയുമാണ്. അതേസമയം നെതന്യാഹുവിനും യോവ് ഗാലന്റിനുമെതിരെ ICC അറസ്റ്റ് വാറണ്ട് അല്ല പുറപ്പെടുവിക്കേണ്ടതെന്നും വധശിക്ഷയാണ് പുറപ്പെടുവിക്കേണ്ടതെന്നുമാണ് ഇറാൻ ആത്മീയ നേതാവ് ആയത്തുള്ള അലി അൽ ഖുമൈനി പ്രതികരിച്ചത്. ഏറ്റവും ആധുനികമായ ഡ്രോണുകളും മിസൈലുകളും റോക്കറ്റുകളും ഉപയോഗിച്ചാണ് ഹിസ്ബുള്ള ഞായറാഴ്ച ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലതും ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നാണ് ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിച്ചത്. ടെൽ-അവീവിലും ഹൈഫയിലും മിലിറ്ററി ബേസുകൾക്ക് പുറമെ വീടുകളും റോഡുകളും തകർക്കപ്പെട്ടു. വാഹനങ്ങൾ കത്തിച്ചാമ്പലാവുകയും ചെയ്തു. ജനങ്ങൾ പരിഭ്രാന്തരായി 4 ഭാഗവും ഓടുകയും അനേകം പേർക്ക് ഗുരുതരവും അല്ലാത്തതുമായ പരിക്കുകളേൽക്കുകയും ചെയ്തു. അതുപോലെ ലബനാനിൽ കടക്കുവാനും അധിനിവേശം സ്ഥാപിക്കുവാനും ഹിസ്ബുള്ളയെ തകർത്ത് മേഖലയിൽ മേധാവിത്വം ഉറപ്പുവരുത്തുവാനുമുള്ള ഇസ്രായേൽ പദ്ധതികൾ 8 നിലയിൽ പൊട്ടുന്ന ലക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇസ്രായേൽ ഈ രീതിയിൽ ആക്രമണങ്ങൾ വ്യാപിപ്പിക്കുകയാണെങ്കിൽ തങ്ങൾക്കും യുദ്ധക്കളത്തിൽ ഇറങ്ങേണ്ടി വരുമെന്ന് സിറിയയും ഇറാഖും മുന്നറിയിപ്പ് നൽകി. ലബനാനിൽ ഇസ്രായേൽ നടത്തുന്ന ശക്തമായ വ്യോമാക്രമണങ്ങളെ തുടർന്ന് ലക്ഷക്കണക്കിന് ആളുകൾ സിറിയയിൽ അഭയം പ്രാപിക്കുന്നുണ്ടെന്നും ഇത് സിറിയയിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും സിറിയൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ഈ നില തുടർന്നാൽ തങ്ങളും യുദ്ധത്തിനിറങ്ങുവാൻ നിർബന്ധിതമാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.
ബെയ്റൂത്തിലും ലബനാനിന്റെ മറ്റു പ്രദേശങ്ങളിലും ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങളിൽ ലബനാനിലെ സാധാരണക്കാരോടൊപ്പം ലബനീസ് പട്ടാളക്കാരും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും ആകെ 40ഓളം ലബനീസ് പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്.